നമസ്കാരം സർ. നമസ്കാരം മാഷേ. ഞങ്ങളൊക്കെ ഈ കേട്ട് വളർന്നൊരു പ്രധാനപ്പെട്ട വാക്കാണ് ഡീകോളനൈസേഷൻ എന്ന് പറയുന്നത്. കോളനി ഇല്ലാത്തൊരു കാലം, ഒരു രാജ്യം വന്ന് മറ്റൊരു രാജ്യത്തിൻ്റെ പരമാധികാരത്തെ കൈയടക്കി വെക്കുന്ന കോളനി രാജ്യങ്ങളുടെ സാമ്രാജ്യത്വത്തിൻ്റെ അധിനിവേശത്തിൻ്റെ ഒരു കൾച്ചർ ഉപേക്ഷിക്കുക എന്ന്. അത് രാഷ്ട്രീയമായി അവസാനിച്ചപ്പോഴും ഭൂമിയിൽ നിലനിന്നത് മറ്റു തരത്തിലാണ്. വ്യാപാര കരാറുകളുടെ ഈ അടുത്ത് നമ്മുടെ ഇലോൺ മസ്ക് കോളനൈസേഷനെ കുറിച്ചൊരു വിവാദപരമായ ഒരു പ്രസ്താവന നടത്തി ഞാൻ കണ്ടിരുന്നു. അത് ചർച്ച ചെയ്യേണ്ടതുമാണ് കേട്ടോ. അത് അക്കാഡമിക്കായിട്ട് ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമാണ്. എല്ലാവരും കോളനിയാണോ? ഒരു രാജ്യത്ത് വന്ന് മൗലികമായ ചോദ്യമാണ് ചോദിച്ചത്. ഒരു രാജ്യത്ത് വന്ന് ആ രാജ്യക്കാരായി മാറിയിട്ട് ഒരു വൈദേശിക ശക്തി ആ നാട്ടിനെ ഭരിക്കുകയാണെങ്കിൽ അവരെ കോളനി എന്ന് വിളിക്കാമോ? അദ്ദേഹം അങ്ങനെ അല്ല എന്നാ പറയുന്നത്. ബ്രിട്ടീഷുകാർ ഇവിടെ കോളനിവൽക്കരണം നടത്തിയിട്ടില്ല എന്ന നിലയ്ക്ക് എന്നാണ് അദ്ദേഹം പറയുന്നത്. പ്രതിഷേധം ഉണ്ടായി. തീർച്ചയായിട്ടും വലിയ പ്രതിഷേധമായിട്ട് ചർച്ച ചെയ്യേണ്ടതുമാണ്. അപ്പൊ ഈ കോളനി ഇപ്പോ പുതിയ കാലത്തെ കോളനിവൽക്കരണം എന്ന് പറയുന്നത് സത്യത്തിൽ ഈ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി വന്ന് അങ്ങോട്ട് ചുക്കും കുരുമുളക് ഏലവും കൊണ്ടുപോയി ഇങ്ങോട്ട് ആയുധങ്ങൾ കൊണ്ടുവന്ന് ഇവിടുത്തെ നാട്ടുരാജാക്കന്മാരെ ഓരോരുത്തരായി കീഴ്പ്പെടുത്തിയിട്ട് യൂണിയൻ ജാക്കിന്റെ കൊടി വെച്ച് ഭരിക്കാൻ തുടങ്ങുന്നതിനല്ല. ഇപ്പോൾ നമ്മുടെ മേൽ ആധിപത്യം ചെലുത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഗതികൾ ഈ വ്യാപാര കരാറുകൾ. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം കറൻസി. നമ്മുടെ കറൻസിയുടെ മൂല്യം എങ്ങനെ ചവിട്ടി താഴ്ത്താം, എന്നിട്ട് ഡോളറിന്റെ മൂല്യം എങ്ങനെ ഉയർത്തിക്കൊണ്ടുവരാം, അപ്രമാദിത്വം എങ്ങനെ ഉയർത്താം. അതാണിപ്പോൾ ലോകത്തിലെ പുത്തൻ സാമ്രാജ്യത്വം, നിയോ കൊളോണിയലിസം എന്ന് പറയാവുന്ന ഒരു പുതിയ ടേമുണ്ട്. ആ ടേമിനെ ആ കാലത്ത് നടക്കേണ്ട, ലോകത്തിലെങ്ങും നടക്കേണ്ട, പ്രത്യേകിച്ച് ഈ അധിനിവേശത്തിന് ഇരയാകുന്ന രാജ്യങ്ങളൊക്കെ നടത്തേണ്ട ഒരു സ്വാതന്ത്ര്യ സമരത്തിന്റെ പേരാണ്. ഡോളർ കൊണ്ട് ലോകത്തിന് മേൽ ആധിപത്യം ചെലുത്താൻ ശ്രമിക്കുമ്പോൾ ഡോളറൈസേഷൻ. ഡീകോളനൈസേഷൻ നമ്മൾ പറയുന്നതിന് പകരം പുതിയ കാലത്തെ സമരായുധത്തിന്റെ പേരാണ്, പുതിയ മുദ്രാവാക്യത്തിന്റെ പേരാണ്. തീർച്ചയായും നമ്മൾ നൂറ്റ നൂലുകൊണ്ട് നമ്മൾ നെയ്ത വസ്ത്രങ്ങൾ എന്ന് പറഞ്ഞിരുന്നത് പോലെയാണ് നമ്മുടെ നാട്ടിലടിച്ച, നമ്മുടെ രാഷ്ട്രപിതാവിന്റെ ചിത്രമടിച്ച, നമ്മുടെ സംസ്കാരത്തിലുള്ള മുദ്രയുള്ള നാണയങ്ങൾ കൊണ്ട്, കറൻസി കൊണ്ട് ലോകത്തിലെങ്ങും വ്യാപാരം നടത്താൻ നമുക്ക് കഴിയണം. അതിന്റെ പേരാണ് ഇപ്പൊ ഈ ഡോളറൈസേഷൻ. വലിയ സ്വപ്നമായിരുന്നു, നമ്മുടെ സ്വപ്നമാണെന്ന് മാത്രമല്ല, ഒരുപാട് ആക്ഷൻ നമ്മൾ ആ രംഗത്ത് നടത്തിയിട്ടുണ്ട്. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു വാർത്ത, സന്തോഷകരമായ വാർത്തയാണ്. നമുക്ക് ഈ അമേരിക്കൻ ഡോളറിന്റെ ആധിപത്യത്തിന് വേണ്ടിയുള്ള വലിയ ഭീഷണികളും യുദ്ധ സമാനമായ സാഹചര്യങ്ങളും ഒക്കെ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഒരു ഭാഗത്ത് നമ്മളെ നോക്കി കണ്ണുരുട്ടുകയും നമുക്ക് മേൽ അടിച്ചേൽപ്പിക്കുകയും ചെയ്യുമ്പോൾ ലോകത്തിലെ വമ്പൻ ശക്തികൾ ചേർന്ന് ഇന്ത്യയെ കൂടി ചേർത്ത് പിടിച്ച് രൂപീകരിച്ച സഖ്യമാണ് ബ്രിക്സ്. ഈ ബ്രിക്സിന്റെ ബാങ്കാണ് ന്യൂ ഡെവലപ്മെന്റ് ബാങ്ക്, NDB. അവർ ഏറ്റവും ഒടുവിൽ പുറത്തിറക്കുന്ന ബോണ്ട്, മനുഷ്യന്റെ സമ്പാദ്യം ഏറ്റവും കൂടുതൽ ശേഖരിക്കുന്ന ഒരു മേഖലയാണ് ഇപ്പോൾ ബോണ്ടുകൾ. ഈ ബോണ്ട് ഇന്ത്യൻ രൂപയിലാണ് എന്നുള്ളതാണ് അത്ഭുതം. അവർ തീരുമാനിച്ചിരിക്കുന്നു, അത് ഉടനെ തന്നെ പുറത്തിറങ്ങും. ലോക മാർക്കറ്റിലൊക്കെ ഇന്ത്യൻ രൂപയിൽ ഇന്ത്യൻ കറൻസി കൊടുത്താൽ കിട്ടുന്ന ബോണ്ടുകൾ ബ്രിക്സ് രാജ്യങ്ങളിലാകെ വ്യാപകമാവാം. ഇന്ത്യൻ രൂപയ്ക്ക് വിലയുണ്ടാവുന്നു, ഇന്ത്യൻ രൂപയ്ക്ക് വില കൂടി വരുന്നു. ഇന്ത്യൻ രൂപയെ ചവിട്ടി താഴ്ത്തിയിട്ട് വിലയില്ലാതാക്കുകയും എന്നിട്ട് ഡോളറിന്റെ ആധിപത്യം ചെലുത്തുകയും ചെയ്യണമെന്നാണല്ലോ പുതിയ കാലത്ത്. അതെ, ഇപ്പൊ JP മോർഗനെ പോലുള്ള ആളുകളൊക്കെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് US-ന് പലപ്പോഴായിട്ട്. കരുതിയിരിക്കണം എന്നാ പറഞ്ഞത്. അതെ, കരുതിയിരിക്കണം. അതിപ്പോ യാഥാർത്ഥ്യമായി. അവർ കുറച്ചുകൂടി ദീർഘവീക്ഷണമുള്ളവരാണ്. പക്ഷെ അവരുടെ പ്രസിഡന്റിന് ഇതിന്റെ പകുതി ദീർഘവീക്ഷണം ഉണ്ടായിരുന്നെങ്കിൽ ആ നാട് എന്നോ രക്ഷപ്പെടുമായിരുന്നു. തീർച്ചയായും. അപ്പോ ഇന്ത്യയുടെ രൂപയെ ഇല്ലാതാക്കാനും ഇന്ത്യയുടെ സാമ്പത്തിക ഭദ്രത തകർക്കാനും വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ലോകം വലിയ തോതിൽ ഇന്ത്യയെ പിന്തുണക്കുന്നു, ഇന്ത്യൻ നാണയത്തെ അവർ സ്വീകരിക്കുന്നു, ഇന്ത്യൻ കറൻസിയിൽ ബോണ്ട് ഇറക്കുന്നു എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. രണ്ട് കാര്യം സംഭവിക്കുന്നു. ഒന്ന്, ഇന്ത്യൻ സമ്പദ്ഘടന മെച്ചപ്പെടുന്നു എന്ന ചിത്രം. മറ്റൊന്ന് ഡോളറൈസേഷൻ എന്ന ആഗോള സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിൽ ഇന്ത്യ വലിയ നാഴികക്കല്ലായിരിക്കുന്നു, അത് യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് എൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം. അമേരിക്കയുടെ മാഷ് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്, അമേരിക്കയുടെ ഒരു ധാർഷ്ട്യം എന്താണെന്ന് വെച്ചാൽ ലോകത്തിലുള്ള എല്ലാ സാമ്പത്തിക നദികളും അവരുടെ സമ്പത്തിന്റെ മഹാസമുദ്രത്തിലേക്ക് ഒഴുകണം എന്നാണ്. ഇവിടെയാണ് ഈ സമയത്താണ് നമ്മളിങ്ങനെ നമ്മുടെ നദികൾക്ക്, നമ്മുടെ സാമ്പത്തിക നദികൾക്ക് നമ്മളെ സ്വന്തം അണകൾ കെട്ടി അത് ഇഷ്ടമുള്ള വഴിയിലേക്ക് തിരിച്ചുവിടാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ നദികളെ ഗതി മാറ്റാൻ നമുക്ക് കഴിയണം. അത് നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ ആർക്കാണ് കഴിയുക? പണ്ട് പ്രാർത്ഥന കൊണ്ടും ഇച്ഛാശക്തി കൊണ്ടും ആത്മീയമായ ശക്തി കൊണ്ടും ഒക്കെ പുഴ ഗതി മാറ്റിയിട്ടവരുണ്ട്. പാട്ടുപാടി മഴ പെയ്ച്ചവരുണ്ട്. ഇവർക്ക് ഈ നാടിന്റെ പോലെ ഇവർക്ക് ഈ നാടിന്റെ ഒരു കരുത്ത് മനസ്സിലായിട്ടില്ല. അതാണ് അതിന്റെ കുഴപ്പം. അപ്പോ ഇവർക്ക് സംസ്കാരത്തിന്റെ ശക്തി എന്താണെന്ന് അറിഞ്ഞൂടാ, ആത്മീയമായ ശക്തി എന്താണെന്ന് അറിഞ്ഞൂടാ. അതിൻ്റെയൊക്കെ ഒരു കുഴപ്പമുണ്ട്. എന്തായാലും ഇപ്പോൾ ഏത് സമയത്താണെന്ന് ആലോചിച്ച് നോക്കൂ. ട്രംപ് ഒരു ഭാഗത്ത് ഈ പീനൽ താരിഫ്,
ഒരാവശ്യമില്ല. റഷ്യയിൽ നിന്ന് ഇന്ത്യ എണ്ണ വാങ്ങുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങൾക്ക് 25% താരിഫിന് നിങ്ങൾ വാങ്ങിക്കൊണ്ടിരുന്ന സാധനങ്ങളൊക്കെ ഇനി മുതൽ 50%. അത് നമ്മൾ ചെവിക്കൊള്ളുന്നില്ല. അപ്പോഴും റഷ്യയുമായി മാന്യമായ കരാറാണ്, ഞങ്ങൾ കാശ് കൊടുത്താണ് വാങ്ങുന്നത്, അവർ മാന്യമായ വിലക്കാണ് ഞങ്ങൾക്ക് തരുന്നത് എന്ന് പറഞ്ഞപ്പോൾ എന്നാൽ നിങ്ങൾക്ക് 75, പിന്നെ പറയുകയാണ് ഞങ്ങൾ 100 ആക്കും എന്നൊക്കെ പറയുന്ന ഒരു വൃത്തികെട്ട ഭീഷണിയാണല്ലോ ഒരു ഭാഗത്തുണ്ടായി. അതുപോലെ ഇന്ത്യയിൽ ഈ അമേരിക്കൻ ഡോളറിന് പോയി പണിയെടുത്തിട്ട് ഈ നാടും വീടും വിട്ടുപോയി പണിയെടുക്കുന്ന ഒരുപാട് മനുഷ്യർ അല്ലേ, എനിക്ക് തോന്നുന്നു വലിയ തോതിലുള്ള ഏതാണ്ട് 54 ലക്ഷം ഇന്ത്യക്കാരുണ്ട് അത്ര അമേരിക്കയിലുണ്ട്. അവരൊന്നും അവിടെ ചില്ലറ പണിയല്ല ചെയ്യുന്നത്, രാവും പകലും പണിയെടുത്തിട്ടാണ്. അപ്പോൾ 54 ലക്ഷം ഇന്ത്യക്കാർക്ക് അവരുടെ ജോലി, അവരുടെ അധ്വാന ശേഷി അവിടെ ഉപയോഗപ്പെടുത്താൻ വേണ്ടി കൊടുത്ത വിസയാണ് ഈ H-1B വിസ. പലപ്പോഴും അമേരിക്കയുടെ തലച്ചോറായിട്ട് അവർ പ്രവർത്തിക്കുന്നു. അവർ തീർച്ചയായിട്ടും. മാത്രമല്ല അമേരിക്കയുടെ വലിയ സമ്പത്തുണ്ടാക്കി കൊടുക്കുന്ന കമ്പനികളുടെയൊക്കെ തലപ്പത്ത് ഇവരാണ്, സ്ഥാപകർ ഇവരാണ്. അപ്പോൾ ആ ഇന്ത്യക്കാരെ ഉപദ്രവിക്കാൻ വേണ്ടി അദ്ദേഹം തീരുമാനിക്കുമ്പോൾ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു അവസ്ഥ ആലോചിച്ച് നോക്കൂ. ഇപ്പോൾ ആ ജീവനക്കാർ ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവർക്ക് ഒരു വിസ, എന്തൊരു കഷ്ടം ആലോചിച്ച് നോക്കൂ. അതെ, 100 അല്ലേ, എന്താണ് $1 ലക്ഷം വേണം അത്ര ഒരു വിസ പുതുക്കണം. പോകുന്ന ഒരാൾക്ക് $1 ലക്ഷം $1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 59 ലക്ഷം ആളുകൾ അവിടെ ജീവിക്കും. ചുരുങ്ങിയ കാലത്തേക്കുള്ളൂ. കുറഞ്ഞ കാലത്ത് കാലാവധി കുറച്ചു, സ്റ്റുഡന്റ് വിസയുടെ കാലാവധി കുറച്ചു, എക്സ്ചേഞ്ച് വിസയുടെ കാലാവധി കുറച്ചു, ഈ ജേർണലിസ്റ്റ് വിസയുടെ കാലാവധി കുറച്ചു, എല്ലാം ഇങ്ങനെ എങ്ങനെയൊക്കെ ആളുകളെ ഉപദ്രവിക്കാമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് ഇനിയിപ്പോൾ ഡോളർ കിട്ടാൻ വേണ്ടി ഡോളർ കൊണ്ട് ജീവിക്കാൻ പറ്റും. ഡോളറിന് പക്ഷേ ഈ എക്സ്ചേഞ്ച് റേറ്റും കൂടുതലാണല്ലോ. അപ്പോൾ രണ്ട് കാര്യങ്ങൾ സംഭവിക്കുന്നു. ഒന്ന്, ഡോളർ ഭൂമിയിൽ ആർക്കും വേണ്ടാത്തൊരവസ്ഥ വരുന്നുണ്ട്. ഡോളർ കയ്യിലുള്ളവൻ ഡോളർ കൊടുത്ത് വാങ്ങിയ ബോണ്ടുകളൊക്കെ ലോക മാർക്കറ്റിൽ വിറ്റഴിച്ചിട്ട് സ്വർണം വാങ്ങി നിക്ഷേപിക്കുകയാണ്. കാരണം ഈ രാജ്യത്തിന് എന്തുമാത്രം സുരക്ഷ ഉണ്ടെന്ന് പറഞ്ഞുകൂടാ. ഡോളർ അനുദിനം ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മൈക്രോസോഫ്റ്റ് ഒക്കെ അവരുടെ സ്വന്തം ബോണ്ടുകൾ ഇറക്കാൻ തുടങ്ങിയിരിക്കുന്നു. അത് പ്രൈവറ്റ് ബോണ്ടുകൾ ഒരു ഭരണകൂടത്തിന്റെ ബോണ്ടുകളെക്കാൾ ആ നാട്ടിലെ ഒരു കമ്പനിയുടെ ബോണ്ടിനാണ് വില എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? വിഖ്യാതനായ ഒരു അമേരിക്കൻ ബുദ്ധിജീവി ഈടെ പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. തിങ്ക് ടാങ്ക് നമ്മൾ പറയില്ല, ബുദ്ധിജീവി പറഞ്ഞൊരു കാര്യം അതാണ്. ഈ അയൽക്കാരനെ പേടിപ്പിക്കാൻ വേണ്ടി സ്വന്തം വീടിന് തീ കൊളുത്തുക. അത് പാതിരാക്കുണ്ടല്ലോ, മനോഹരമായ പ്രയോഗമല്ലേ. ഇപ്പൊ റോബിൻജി ഞാനിപ്പോ റോബിൻജിയോട് എനിക്ക് അസൂയ മൂത്തിട്ട് അവനെ പാതിരാക്കൊന്ന് പേടിപ്പിച്ചിട്ട് ഉറക്കം കളയണമെന്ന് വെച്ചിട്ട് ഞാൻ എന്റെ വീടിന് തീ കൊളുത്തുക. അപ്പൊ വീട് കത്തുന്നത് കണ്ടിട്ട് ഓൻ ഞെട്ടുമല്ലോ എന്നാ. ട്രംപ് അതാണ് ചെയ്യുന്നതെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അതാണ് വളരെ മനോഹരമായ പ്രയോഗമല്ലേ അത്. ഈ ബ്രിക്സ് രാജ്യങ്ങളിൽ ഏതൊക്കെ രാജ്യങ്ങൾ, ആ രാജ്യങ്ങളുടെ എന്തെല്ലാം മാറ്റങ്ങളായിരിക്കും ഈ ഒരു? തീർച്ചയായിട്ടും ആലോചിച്ച് നോക്കൂ. ഇതിന്റെ ഒരു വിഡ്ത്ത് ആലോചിച്ചോ, അതിന്റെ റേഞ്ച്, അതിന്റെ അപാരമായ റേഞ്ച്. ബ്രിക്സ് എന്ന് പറഞ്ഞാൽ ബ്രസീലിൽ തുടങ്ങുകയാണ്. ലാറ്റിൻ അമേരിക്കൻ രാജ്യമാണ് ബ്രസീൽ. സൗത്ത് ആഫ്രിക്കയാണ്. അപ്പൊ അവിടെ നിന്ന് തുടങ്ങുന്നു. ബ്രസീലിൽ നിന്ന് തുടങ്ങിയിട്ട് R for റഷ്യയാണ്. നേരെ പോകുന്ന റഷ്യയാണ്. ലോകത്തിലെ ഏറ്റവും ശക്തമായ രാജ്യങ്ങളിൽ ഒന്നാണ് റഷ്യ. പിന്നെ വരുന്നത് ഇന്ത്യയിലേക്കാണ്, പിന്നെ പോകുന്നത് ചൈനയിലേക്കാണ്, പിന്നെ പോകുന്നത് സൗത്ത് ആഫ്രിക്കയിലേക്കാണ്. ലോകത്തിലെ ഏറ്റവും വലിയ വൻകര ഇപ്പൊ ആഫ്രിക്കയാണ്, ഏഷ്യ അല്ല. കാരണം സോവിയറ്റ് യൂണിയൻ കേപ്പ് ടൗണിലിരുന്നും കെനിയയിലിരുന്നും മറ്റ് ആഫ്രിക്കൻ തലസ്ഥാനങ്ങളിലിരുന്നും നമുക്കിത് വാങ്ങാൻ പറ്റും. അപ്പോൾ അതിന്റെ ഒരു വിഡ്ത്ത് ആലോചിച്ച് നോക്കൂ. ഇന്ത്യൻ രൂപ കൊടുത്തിട്ട് ആളുകൾ ബോണ്ട് വാങ്ങുന്നത് എവിടത്തെയൊക്കെ എക്സ്ചേഞ്ചുകൾ. പക്ഷേ ഇവിടുന്ന് രൂപയുമായിട്ട് ഇനിയിപ്പോ ചൈനയിൽ പോവാം, ബീജിംഗിൽ പോയി വാങ്ങാം. അതെ, നമുക്ക് പോകാനിപ്പോ വേറൊരു സൗകര്യം ഉണ്ടല്ലോ. ക്യാഷ്ലെസ് ആണല്ലോ, കറൻസിയും വേണ്ട, കയ്യിലൊരു മൊബൈൽ ഫോൺ ഉണ്ടായാൽ മതി. എന്നിട്ട് എക്സ്ചേഞ്ച് മാർക്ക് ചെയ്തിട്ട് നമ്മൾ ഇന്ത്യൻ രൂപ കൺവേർട്ട് കൊടുത്താൽ മതി. അപ്പൊ അത് ആർക്കും പറ്റും. ബ്രസീലുകാരന് പറ്റും, ചൈനക്കാരന് പറ്റും, റഷ്യക്കാരന് പറ്റും, ഇന്ത്യക്കാരന് പറ്റും. അപ്പോൾ ലാറ്റിൻ അമേരിക്ക തൊട്ട് സാക്ഷാൽ ആഫ്രിക്കൻ വൻകര വരെയുള്ള ഒരു വലിയ ഭൂപ്രദേശത്ത് മൊത്തത്തിൽ നമ്മുടെ ഇന്ത്യൻ രൂപ സ്വീകാര്യമായി തീരുന്നു എന്നത് അത് നമ്മളുണ്ടാക്കിയതല്ല. നമ്മൾ സമാന്തരമായി നമുക്കറിയാം ഈ മാതിരി ദുഷ്ടന്മാർ ലോകത്തിന്റെ ഭരണക്രമത്തിൽ വരുമ്പോൾ ഇന്ത്യയുടെ വാതിലുകൾ ഏത് സമയത്തും അടഞ്ഞേക്കാം. അങ്ങനെ വരുമ്പോൾ സമാന്തരമായ വാതിലുകൾ നമ്മൾ വളരെ ബോധപൂർവ്വം ഉണ്ടാക്കിയതാണ്. തീർച്ചയായിട്ടും ഇന്ത്യ ഗവൺമെന്റിന്, പ്രധാനമന്ത്രി മോദിക്ക് അതിൽ പങ്കുവഹിച്ചത് ജയശങ്കറാണ്, വിദേശകാര്യ മന്ത്രി ജയശങ്കർ. ഈ ആദ്യം ചെയ്ത പണി എന്താണെന്നറിയാം? എന്തുമാത്രം തന്ത്രപരമായ നീക്കങ്ങൾ ആലോചിച്ചു നോക്കുക. ആദ്യം ചെയ്ത പണി അമേരിക്ക തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ ഒരു വൻകിടക്കാരുടെ മുന്നണിയിൽ നുഴഞ്ഞു കയറി. നമ്മൾ അങ്ങനെ ക്വാഡിൽ നമ്മൾ കയറിയത്. ക്വാഡ് എന്ന് പറഞ്ഞാൽ ഇവന്റെ തമ്പുരാക്കന്മാരാ, ഇവന്റെ കയ്യിൽ പോക്കറ്റിൽ ഇരിക്കുന്നവരാണ്. ഓസ്ട്രേലിയ ഉണ്ട്, ബ്രിട്ടൻ ഉണ്ട്, അതിനകത്ത് കാനഡയുണ്ട്, അമേരിക്കയുണ്ട്. കയറി നമ്മൾ ഇന്ത്യയും കൂടി, ഞങ്ങളും കൂടി ചേർത്തിൽ ചില കരാറ് വെക്കുമ്പോൾ അങ്ങനെ വെക്കണമല്ലോ, തന്ത്രപരമായി. അപ്പൊ എന്തായെന്ന് വെച്ചാൽ അവന്റെ പാളയത്തിൽ കയറി. അപ്പോ അവന് മനസ്സിലായി. അപ്പൊ അതുകൊണ്ട് എന്താ എപ്പോഴുള്ള ഗുണം ആലോചിച്ച് നോക്കൂ.
അമേരിക്ക ഈ നയം മുഴുവൻ എടുത്തിട്ട് ഓസ്ട്രേലിയ എടുത്തിട്ടില്ല. ഇല്ല, അവിടെ സ്വാധീനിക്കാൻ അവിടെ നമുക്ക് സ്വാധീനിക്കാൻ കഴിഞ്ഞു. തന്ത്രമാണ്, വളരെ തന്ത്രം. അപ്പോൾ ചുരുക്കത്തിൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു നീക്കം ഇതാണ്, ഈ ഒരു വലിയ ഒരു മൾട്ടി പോളാർ വേൾഡ് വന്നിരിക്കുന്നു. അത് ഭൂമിശാസ്ത്രപരമായി മാത്രമല്ല, എക്കണോമിക് ആയിട്ട് വന്നിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഡോളർ മതി, ഡോളർ എവിടെയും ഡോളർ മതി, അല്ലെങ്കിൽ ഡോളറിനാണ് വില എന്ന അവസ്ഥയിൽ നിന്ന് ഇപ്പോൾ എല്ലാത്തിനും വിലയുണ്ട്. ഇപ്പൊ സൗദി അറേബ്യ ഏറ്റവും ഒടുവിൽ ചൈനയിൽ നിന്ന് പെട്രോ ഡോളറിന് പകരം എണ്ണ വാങ്ങുന്നത് നിങ്ങളുടെ നാണയം തരാം എന്ന് പറഞ്ഞോടാ, നിങ്ങളുടെ കറൻസി യുവാൻ. വലിയ മാറ്റമാണ് അത്. തിരിച്ചിപ്പോ സൗദി അറേബ്യക്ക് റിയാൽ കൊടുക്കും, ഇത് UAE എത്തുമ്പോ ദിർഹം കൊടുക്കും, റൂബിള് കൊടുക്കും, പൗണ്ട് കൊടുക്കും. ഇന്ത്യക്ക് രൂപ മതി. ആലോചിച്ചോക്കൂ, അങ്ങനെ കൊടുക്കാൻ കഴിയുമ്പോ. ഇതിനിടയ്ക്ക് ട്രംപിന്റെ ഭീഷണി വന്നിട്ടുണ്ട്, ബ്രിക്സ് രാജ്യങ്ങൾ പുതിയ കറൻസി ഉണ്ടാക്കില്ല എന്ന് ഉറപ്പ് തരണമെന്നാണ്. അതിനുള്ള ശ്രമങ്ങൾ നടത്താൻ പോവാ. നടക്കണത് സ്റ്റേറ്റ്സ്മാന്റെ ഭാഷയല്ലത്, കൊള്ളക്കാരന്റെ ഭാഷ എന്ന് പറയുന്നത്. കൊള്ളക്കാരന്റെ ഭാഷയാണ്. മലബാറുകാരായതുകൊണ്ട് ഞാൻ രണ്ടറിയും, നാട്ടുകാർക്ക് മനസ്സിലായെങ്കിൽ മനസ്സിലായിക്കോട്ടെ, മൂപ്പര് ഒലത്തും നമ്മൾ പറയും. ഇന്ത്യയോട് വേണ്ട, ആ കാലമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ആരോടായി പേടിപ്പിക്കണത്? ഇനിയും മൂപ്പർക്ക് മനസ്സിലായിട്ടില്ലേ എങ്ങോട്ടാണ് ഇന്ത്യ പോകുന്നതെന്ന്? ഇന്ത്യക്ക് അറിയാം ഈ രാജ്യം എങ്ങനെ നല്ല. ഇത്രയൊക്കെ തിരിച്ചടി ഉണ്ടായിട്ടും മനസ്സിലായില്ല. അത്രയും പറയാനുള്ളൂ. അതിൽ വേറെ ഒന്നും. കാരണം ഇദ്ദേഹത്തിന്റെ ഈ കളിക്കൊന്നും ഇനി ഇന്ത്യ വഴങ്ങിക്കൊടുക്കും തോന്നില്ല, അല്ലെങ്കിൽ യാതൊരു സാധ്യതയുമില്ല. നമ്മളൊരു സ്വാശ്രയത്വത്തിന്റെ പാതയിലാണ് നമ്മൾ പോകുന്നത്. ഇന്ത്യ എഴുതുന്ന ഒരു കവിത പോലെ മനോഹരം എന്നാണ് ചില നിരൂപകർ ഇതിനെ പറയുന്നത്. അല്ല, ഒന്നാമത് നമ്മൾ ആരെയും ഉപദ്രവിക്കുന്നില്ല, ആരോടൊരു കറുത്ത വാക്ക് ഇതുവരെ പറഞ്ഞിട്ടില്ല. വളരെ സൗമ്യമായി പറഞ്ഞ് മുന്നോട്ട് പോവുകയാണ്. അങ്ങനെയാണല്ലോ പോകുന്നത്. അപ്പോഴാണ് നമ്മളോട് പറയണത്, നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിക്കും. ഏതാ കാലം ഇതൊക്കെ? നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിക്കും. നിങ്ങൾ റഷ്യയുടെ എണ്ണ വാങ്ങിയാൽ നിങ്ങളുടെ താരിഫ് കൂട്ടും. നിങ്ങൾക്ക് 25 ഉള്ളത് 50 ആക്കും, 50 എന്നിട്ടും കേട്ടില്ലെങ്കിൽ 75 ആക്കും. ഇപ്പൊ പറയുന്നത് 100 ആക്കുന്ന ആളുകൾ പോയി, നിങ്ങൾ കണ്ടത് കൂട്ടിക്കോ എന്ന രീതിയിലായി. പക്ഷെ 8000 മൈൽ ഇപ്പുറത്തിരുന്നുകൊണ്ട് നമുക്കിത് സാധ്യമാകുന്നു എന്നുള്ളതാണ്. നമ്മുടെ സ്വദേശി പ്രസ്ഥാനങ്ങൾക്ക്, നമ്മുടെ സ്വദേശി സങ്കല്പങ്ങൾക്ക്, നമ്മുടെ സ്വദേശി നാണയത്തിന് ഈ ഒരു കാര്യം സാധ്യമാകുന്നു. മാത്രമല്ല, ഇതിന്റെ ഒരു വലിയ വ്യത്യാസം എന്താണെന്നറിയോ? നമ്മൾ പണ്ട് പറയും, ഈ സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് ആദ്യമായി സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടത്തിന്റെ കൊടിയടയാളം കാണിച്ചു കൊടുത്തത് ഇന്ത്യയാണെന്ന് പറയും. ഈ സാധനം ഉണ്ടല്ലോ, ഈ ഡോളർ കൊണ്ട് നടത്തുന്ന ആഗോള സാമ്പത്തിക അധിനിവേശം, അതിനെതിരായുള്ള പോരാട്ടവും ആധുനിക യുഗത്തിൽ ആരംഭിക്കുന്നത് ഇന്ത്യയിൽ നിന്ന് തന്നെയാണ്. ഇത് കാത്തിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. ജാക്മാ എന്ന് പറഞ്ഞില്ലേ, മക്കളെ നിങ്ങളെ കാത്തിരിക്കുന്നത് ഞങ്ങളൊന്നും അല്ല, നിങ്ങളെ കാത്തിരിക്കുന്ന വലിയൊരു ലോകമുണ്ട്. അതാണ് നേരത്തെ പറഞ്ഞില്ലേ, ബ്രിക്സിന്റെ ബാങ്ക് ഇന്ത്യൻ രൂപയിൽ ബോണ്ട് ഇറക്കുന്നു എന്ന് പറഞ്ഞ അർത്ഥം വലിയൊരു ലോകമാണ് നമ്മളെ കാത്തിരിക്കുന്നത്. ഇന്ത്യൻ രൂപ മതി വിനിമയത്തിന് എന്ന് തീരുമാനിക്കുന്ന ആരാണ്? ആ ലോകം മുഴുവൻ, സൗത്ത് ഏഷ്യ, ആഫ്രിക്ക, ആഫ്രിക്കൻ വൻകര, ലാറ്റിൻ അമേരിക്ക, ഈ പറഞ്ഞ വലിയ മേഖല മുഴുവനും നമ്മളെ കാത്തിരിക്കുകയാണ്. ഒരു കാലത്ത് നമുക്കുണ്ടായിരുന്ന, നമ്മുടെ രൂപയ്ക്കുണ്ടായിരുന്ന ആ വലിയ വില വീണ്ടും തിരിച്ചു വരുന്നു. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും തിരിച്ചു വന്നേ പറ്റുള്ളൂ. കാരണം അത് ലോകത്തിന്റെ കൂടി ആവശ്യമാണ്. അതുകൊണ്ട് ലോകത്ത് ഒരു പോരാളിയുടെ, സത്യസന്ധനായ ഒരു പോരാളിയുടെ, പറഞ്ഞ മാതിരി നേരത്തെ പറഞ്ഞ ഉറങ്ങിക്കിടക്കുന്ന ഒരു സിംഹം എന്ന് പറയില്ലേ, ഉറങ്ങിക്കിടക്കുന്ന സിംഹത്തിനെ വെറുതെ ആവശ്യമില്ലാതെ ഈ ചെവിയിൽ വന്ന് കടിക്കുകയാണ് ചെയ്തത്. വിളിച്ചുണർത്തപ്പോൾ എന്തായെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് സടകുടഞ്ഞ് എണീറ്റു എന്ന് മാത്രമല്ല, പിന്നൊരു പോക്കാണ്. ഇങ്ങനെ പോയാൽ ട്രംപ് ഏത് മാളത്തിൽ പോയി ഒളിക്കുമെന്ന് കണ്ടത്. അതെ, ട്രംപിനെ കണ്ടവരുണ്ടോ എന്ന് പരസ്യം കൊടുക്കേണ്ട. എന്തായാലും എനിക്ക് തോന്നുന്നത് ഇതൊരു വെറും വാർത്തയാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇത് ചരിത്രപരമായിട്ടുള്ള ഒരു നാഴികക്കല്ല് തന്നെയാണ്. നാഴികക്കല്ലാണ്. അത് ഇന്ത്യക്ക് വളരാൻ പിന്നെ ഓരോരോ തരത്തിൽ നിമിത്തങ്ങൾ ഉണ്ടായിത്തീരുന്നു എന്നേ ഉള്ളൂ. ട്രംപിന്റെ ഭാഗത്തുനിന്നുണ്ടായ ഭീഷണിയൊക്കെ ഇന്ത്യക്ക് കുറെ കൂടി കരുത്താർജിക്കാൻ അവസരമായി. ഓരോ വെല്ലുവിളിക്കും ക്രിയേറ്റീവായിട്ട് ഇന്ത്യ പരിഹാരം കണ്ടെത്തി. അതാണ് ഇതിന്റെ ഒരു വളർച്ച. ഒരു അമേരിക്കൻ ബുദ്ധിജീവി പറഞ്ഞില്ലേ ഈയിടെ, ജെ ബി മോർഗൻ പറഞ്ഞു. അത് മാത്രം അദ്ദേഹത്തിന്റെ പേര് അങ്ങനെ, പിയേഴ്സ് മോർഗൻ അദ്ദേഹം പറഞ്ഞ വളരെ 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 ശരിയാണ്. ഈ അയൽക്കാരനെ പേടിപ്പിക്കാൻ വേണ്ടി സ്വന്തം വീടിന് തീ കൊടുക്കുന്ന ഭ്രാന്തനാണ് ഇവൻ എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. എന്റെ വീട് പാതിരാക്ക് കത്തുന്ന കണ്ടിട്ട് ഇവൻ ഒരു ദിവസമെങ്കിലും ഞെട്ടി ഉണർന്നോളൂല്ലോ എന്നാ. ഈ ചങ്ങാതി സ്വന്തം വീടാണ് കത്തിക്കുന്നത് മറന്നു പോണ്ടേ? അതാണ് ഈ സംഭവം. ഇതൊന്നും ആലോചിച്ചു നോക്കുക. H1B വിസ വേണ്ടാന്ന് തീരുമാനിക്കുമ്പോൾ ആർക്കാ നഷ്ടം? മോദി മാന്യമായ ഭാഷയിൽ ഇത് പറഞ്ഞിട്ടുണ്ട് പണ്ട്, നേർക്ക് നേരെ. നിങ്ങൾ ഞങ്ങളുടെ ചെറുപ്പക്കാർക്ക് വിസ നിഷേധിക്കുമ്പോൾ അത് ഞങ്ങൾക്ക് നഷ്ടമുണ്ടാക്കുന്നതിലേറെ നിങ്ങൾക്കായിരിക്കും നഷ്ടമുണ്ടാക്കുക എന്ന് പറഞ്ഞില്ലേ? അത് തന്നെ സംഭവിക്കാൻ പോകുന്നത്. അതുകൊണ്ട് അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ആ ഒരു സമരായുധമാണ് ഇന്ത്യൻ രൂപ. അത് ബ്രിക്സ് രാജ്യങ്ങൾ ഏറ്റെടുക്കുന്നു, ബോണ്ടിറങ്ങുന്നു എന്ന് പറഞ്ഞാൽ
മുഴുവൻ ഇന്ത്യക്കാർ, ലോകമെങ്ങുമുള്ള ഇന്ത്യക്കാർ എഴുന്നേറ്റ് നിന്ന് അപ്ലോസ് ചെയ്യേണ്ട ഈ ആയുധം ലോകം കീഴടക്കും. തീർച്ചയായിട്ടും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.